തെന്മലയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന കാനനപാതയുടെ നിഴൽവീണ ഭാഗങ്ങളിലൂടെ സിദ്ധാർത്ഥ് ധൃതിയിൽ നടന്നു. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. ഓരോ ചുവടിലും ഒരുതരം പരിഭ്രാന്തി നിഴലിച്ചിരുന്നു. അയാളുടെ കൈയിലെ കറുത്ത ലെതർ ബാഗിന് അസഹനീയമായ ഭാരമുണ്ടെന്ന് തോന്നി. തലേന്നത്തെ രാത്രിയുടെ ഭീകരത തണുത്തൊരു കൈവിരൽ പോലെ അയാളുടെ കഴുത്തിൽ അമർത്തിക്കൊണ്ടിരുന്നു. ബാഗിനുള്ളിലെ തെളിവുകൾ, മിയസ് ഒരു ജീവനെടുത്ത ക്രൂരകൃത്യത്തിന്റെ ശേഷിപ്പുകൾ എത്രയും പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയണം. അതിനു പറ്റിയൊരിടം തേടി അയാളുടെ കണ്ണുകൾ കാടിന്റെ നിഗൂഢതകളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു വലിയ പാറക്കെട്ടിന്റെ വിള്ളലിൽ ബാഗ് തിരികെ കയറ്റാൻ അയാൾ പാടുപെടുമ്പോൾ കാടിന്റെ നിശബ്ദത ഭേദിച്ച് ഒരു നേരിയ ശബ്ദം കേട്ടു. സിദ്ധാർത്ഥ് തലയുയർത്തി നോക്കി. പെട്ടെന്ന് ഒരു തവിട്ടുനിഴൽ പാഞ്ഞെടുക്കുകയും അയാൾക്ക് എന്തെങ്കിലും ചെയ്യാനാവും. മുൻപ് കയ്യിലിരുന്ന ബാഗ് തട്ടിയെടുത്ത് ഒരു മരത്തിനു മുകളിലേക്ക് പാഞ്ഞു പോവുകയും ചെയ്തു. ഏയ് വിടടാ! സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അലറി. എന്നാൽ മുകളിലിരുന്ന് അവനെ നോക്കി കൊഞ്ഞനം കുത്തിക്കാണിച്ച ആ കുരങ്ങ് ബാഗും കൊണ്ട് ദൂരേക്ക് മറഞ്ഞു. അതേസമയം തെന്മല വനംവകുപ്പ് ഓഫീസിനു മുന്നിൽ പതിവ് ജോലി തിരക്കിലായിരുന്നു ഫോറസ്റ്റ് ഗാർഡ് വിജയൻ. ഇന്നും കുരങ്ങൻ ശല്യം സഹിക്കവയ്യാതെ ഒരാൾ പരാതിയുമായി എത്തിയിട്ടുണ്ട്. വിജയന്റെ മുഖം വലിഞ്ഞു മുറുകി. ആ ശല്യങ്ങളെ ഇല്ലാതാക്കിയിട്ടേ എനിക്കിനി ഉറക്കമുള്ളൂ, അയാൾ മനസ്സിൽ പറഞ്ഞു. കുരങ്ങുകളോടുള്ള വിജയന്റെ വെറുപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങൾക്കു മുമ്പ് ഒരു വാനരശല്യം കാരണം സ്വന്തം മകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടവനാണ് അയാൾ. ആ ദുരന്തം അയാളുടെ ഹൃദയത്തിൽ ഒരു വലിയ മുറിവായി മാറിയിരുന്നു. ഇവറ്റകളെ തുരത്താൻ എനിക്കൊരു ദയയുമുണ്ടാവില്ല, അയാൾ പലപ്പോഴും പറയുമായിരുന്നു. ഒരു ടൂറിസ്റ്റ് ബാഗ് തട്ടിയെടുക്കപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ വിജയന്റെ രക്തം തിളച്ചു. ഞാനിപ്പോ തന്നെ അതിനെ പിടിച്ചോളാം, അയാൾ കോടാലി കയ്യിലെടുത്തു പുറപ്പെട്ടു. കാടിനുള്ളിലെത്തിയ വിജയൻ ഒരു ടൂറിസ്റ്റ് ആകണം എന്ന് തോന്നിച്ച ഒരാളെ കണ്ടു. അയാൾ ഭ്രാന്തനെപ്പോലെ ഒരു കുരങ്ങിനെ പിന്തുടർന്ന് ഓടുന്നുണ്ടായിരുന്നു. സാറേ, എന്റെ ബാഗ് ആ കുരങ്ങൻ തട്ടിയെടുത്തു, സിദ്ധാർത്ഥ് കിതച്ചുകൊണ്ട് പറഞ്ഞു. ദോസ്തൻ എന്നറിയപ്പെടുന്ന ആ കുരങ്ങ് വിജയന് നന്നായി അറിയാവുന്ന ഒരുവനാണ്. ഇവൻ കുരങ്ങുകൂട്ടത്തിലെ ഒരു വികൃതിയാണ്. മരത്തിനു മുകളിൽ ബാഗുമായി ഇരിക്കുന്ന ദോസ്തനെ കണ്ടപ്പോൾ വിജയന്റെ കണ്ണുകൾക്ക് കനൽക്കട്ടിയുടെ നിറം. എത്രയും പെട്ടെന്ന് ഇവനെ പിടിച്ച് ദൂരെ കൊണ്ടുപോയി കളയണം, അയാൾ മനസ്സിലുറപ്പിച്ചു. ദോസ്തൻ ബാഗുമായി കാടിന്റെ ഉള്ളിലേക്ക് അതിവേഗം പാഞ്ഞു. മരങ്ങൾക്ക് മുകളിലൂടെ ഒരു തുള്ളിച്ചാട്ടക്കാരനെപ്പോലെ അവൻ മുന്നോട്ടു കുതിച്ചു. താഴെ വിജയനും സിദ്ധാർത്ഥും അവനെ പിന്തുടർന്നു. സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഭയവും നിസ്സഹായതയും മാറി മാറി വന്നു. ബാഗ് തിരികെ ലഭിക്കാതെ തനിക്ക് രക്ഷയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നാൽ വിജയന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ദോസ്തനെ പിടികൂടി ഈ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കുക. ചെറിയൊരു പുഴയുടെ അടുത്തുള്ള ഒരു വലിയ ആൽമരത്തിൽ ദോസ്തൻ കയറിയിരുന്നു. വിജയൻ മരച്ചുവട്ടിലെത്തി ദോസ്തൻ താഴെയിറങ്ങ് എന്നലറി. കുരങ്ങുകളെ വരുതിയിലാക്കാൻ വിജയനുള്ള കഴിവ് അത്ഭുതകരമാണ്. എന്നാൽ ദോസ്തൻ അസാമാന്യ ബുദ്ധി കാട്ടി. ബാഗ് താഴെയിട്ട് വിജയന്റെ ശ്രദ്ധ തെറ്റിച്ച് അടുത്ത മരത്തിലേക്ക് അവൻ ചാടിമറഞ്ഞു. ബാഗ് എടുക്കാൻ വിജയൻ താഴെയിറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് അതിനടുത്തെത്തിയിരുന്നു. ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ച സിദ്ധാർത്ഥിനെ തള്ളിമാറ്റി വിജയൻ ആ ബാഗ് എടുത്തു. കുരങ്ങന്റെ വായിൽ നിന്ന് വീണ ബാഗിന്റെ വശത്ത് ഒരു നേരിയ കീറലുണ്ടായിരുന്നു. അതിലൂടെ പുറത്തേക്ക് തള്ളി നിന്ന ഒരു ചെറിയ വസ്തു വിജയന്റെ കണ്ണിൽപ്പെട്ടു. ഒരു നിമിഷത്തെ കൗതുകത്തിൽ വിജയൻ ആ ബാഗ് തുറന്നു. ഉള്ളിലെ കാഴ്ച അയാളെ ഞെട്ടിച്ചു. രക്തം കട്ടപിടിച്ച ഒരു കത്തി, ചില രഹസ്യരേഖകൾ, ഒരു പെൻഡ്രൈവ്. ഇതൊരു സാധാരണ മോഷണ ബാഗല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഇത് വലിയൊരു കുറ്റകൃത്യത്തിന്റെ തെളിവുകളായിരുന്നു. സിദ്ധാർത്ഥിന്റെ മുഖം വിളറി വെളുത്തു. അയാൾ വിജയന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിക്കാൻ വീണ്ടും ശ്രമിച്ചു. പക്ഷേ വിജയൻ അനുവദിച്ചില്ല. എന്താണിത്? എന്താ ഇതിനകത്ത്? വിജയന്റെ ശബ്ദം കനത്തു. അത് എന്റേതല്ല സാർ, ഞാൻ, സിദ്ധാർത്ഥ് വിക്കി പറഞ്ഞു. വിജയൻ ബാഗ് മാറ്റിവെച്ച് സിദ്ധാർത്ഥിന്റെ കൈകളിൽ പിടുത്തമിട്ടു. സിദ്ധാർത്ഥ് കുറ്റവാളിയാണെന്ന് അയാൾക്ക് ബോധ്യമായി. എന്നാൽ ഈ കേസ് ഏറ്റെടുത്താൽ തന്റെ ജീവിതം തന്നെ അപകടത്തിലായേക്കാം എന്ന ചിന്ത അയാളെ മഥിച്ചു. തന്റെ രോഗിയായ അമ്മ, മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന അവരുടെ ചികിത്സ, ഇതെല്ലാം അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഈ ബാഗിലെ തെളിവുകൾ വലിയൊരു അഴിമതിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ താൻ നേരിടാൻ പോകുന്നത് സാധാരണക്കാരനെയല്ല. പക്ഷേ ഉള്ളിലെ നീതിബോധം അയാളെ മുന്നോട്ട് നയിച്ചു. ദോസ്തൻ മുകളിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് വിജയന്റെ അടുത്തേക്ക് ചാടി വന്നു.
അത് വിജയന്റെ കാലിനടുത്ത് വന്ന് ഒരുതരം ശബ്ദമുണ്ടാക്കി. ഒരുപക്ഷെ ദോസ്തന് അറിയാമായിരുന്നിരിക്കണം ഈ ബാഗിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ കുസൃതിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നിരിക്കാം. വിജയന്റെ ഉള്ളിലെ കുരങ്ങുകളോടുള്ള വെറുപ്പ് പതിയെ മാഞ്ഞു തുടങ്ങി. സിദ്ധാർത്ഥ് തന്ത്രപരമായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ വിജയൻ അയാളെ പിന്തുടർന്നു. തെന്മലയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ആളുകൾ കൂടാൻ തുടങ്ങി. സിദ്ധാർത്ഥ് തിരക്കിനിടയിലേക്ക് ഓടിമറിയാൻ ശ്രമിച്ചു. വിജയൻ അയാളെ പിന്തുടർന്ന് വിളിച്ചു, "നിൽക്ക്, നീ എവിടെയും പോകില്ല." തെന്മല ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ തിരക്കിനിടയിലൂടെ സിദ്ധാർത്ഥ് ഓടുമ്പോൾ വിജയൻ ബാഗും കൈലേന്തി പിന്നാലെ പാഞ്ഞു. സിദ്ധാർത്ഥ് ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് അരയിൽ ഒളിപ്പിച്ചിരുന്ന ഒരു ചെറിയ പിസ്റ്റൾ പുറത്തെടുത്തു. ആളുകൾ ഭയന്ന് ചിതറി ഓട്ടി. വിജയനെ ലക്ഷ്യമാക്കി അയാൾ നിറയൊഴിച്ചു. വെടിയൊച്ച കാടിന്റെ നിശബ്ദതയെ ഭേദിച്ച് ഉയർന്നു. ഒരു നിമിഷം വിജയന്റെ പഴയ ഓർമ്മകൾ ഒരു മിന്നൽ പിണർ പോലെ മനസ്സിലൂടെ പാഞ്ഞുപോയി. മകൾ. അതേ വെടിയൊച്ച കേട്ട് കുരങ്ങുകളുടെ കളി കണ്ടു ചിരിച്ചുകൊണ്ട് നിന്ന മകൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. പക്ഷേ ഇന്ന് ആ വെടിയൊച്ച വിജയനെ ഭയപ്പെടുത്തിയില്ല. അയാളുടെ കണ്ണുകൾ ബാഗിലെ തെളിവുകളിലും മുന്നിലോടുന്ന കുറ്റവാളിയിലും ഉറപ്പിച്ചു. അപ്രതീക്ഷിതമായി മരത്തിനു മുകളിൽ നിന്ന് ദോസ്തൻ വിജയന്റെ അടുത്തേക്ക് ചാടി. സിദ്ധാർത്ഥ് തൊടുത്ത വെടിയുണ്ട ദോസ്തന്റെ തലോടൽ പോലെ വിജയന്റെ കൈയിൽ തട്ടിത്തെറിച്ചുപോയി. ദോസ്തന്റെ സമയോചിതമായ ഇടപെടൽ വിജയന്റെ ജീവൻ രക്ഷിച്ചു. വിജയൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. താൻ വെറുത്തിരുന്ന ഒരു കുരങ്ങ് തന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഈ നിമിഷം അയാളുടെ ഉള്ളിലെ എല്ലാ വെറുപ്പും മാഞ്ഞുപോയി. പകരം ഒരുതരം കടപ്പാട് നിറഞ്ഞു. "നീയെന്താ ചെയ്തത്?" വിജയൻ ദോസ്തനെ നോക്കി. ദോസ്തൻ വിജയന്റെ തോളിൽ തട്ടി, ഒരു യഥാർത്ഥ കൂട്ടുകാരനെ പോലെ. സിദ്ധാർത്ഥ് വീണ്ടും ഓട്ടി ഒരു ടാക്സിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. വിജയൻ ദോസ്തനോടൊപ്പം ടാക്സിയുടെ പിന്നാലെ ഓട്ടി. സിദ്ധാർത്ഥ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഫോൺ വിളിച്ച് ആരെയോ അറിയിക്കുന്നുണ്ടായിരുന്നു. വിജയന് മനസ്സിലായി, ഇത് വെറുമൊരു കൊലപാതകമല്ല, ഇതിനു പിന്നിൽ വലിയൊരു സംഘമുണ്ട്. വിജയൻ പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ പോലീസ് എത്താൻ സമയമെടുക്കും. അതുവരെ സിദ്ധാർത്ഥിനെ പിടികൂടാൻ അയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോ? ദോസ്തനെ നോക്കി വിജയൻ പുഞ്ചിരിച്ചു. "നമ്മളിത് ഒരുമിച്ചു ചെയ്യും, അല്ലേ?" ദോസ്തൻ ഒരു വഴികാട്ടിയെപ്പോലെ വിജയന്റെ മുന്നിൽ നടന്നു. കാടിന്റെ ഓരോ വഴികളും അതിന് മനപ്പാടമായിരുന്നു. അവർ ഒരു കുറുക്കുവഴിയിലൂടെ ഓടി സിദ്ധാർത്ഥിന്റെ ടാക്സിക്ക് മുന്നിലെത്തി. സിദ്ധാർത്ഥ് ഞെട്ടി. എങ്ങനെ ഇവൻ ഇവിടെ എത്തി? ടാക്സിയിൽ നിന്നിറങ്ങിയ സിദ്ധാർത്ഥ് വിജയനുമായി ഏറ്റുമുട്ടി. ഒരു വശത്ത് ദോസ്തനും മറ്റ് കുരങ്ങുകളും വിജയന് ചുറ്റും കൂടി. സിദ്ധാർത്ഥ് ഒറ്റയ്ക്ക് ഭ്രാന്തനെപ്പോലെ വിജയനെ ആക്രമിക്കാൻ ശ്രമിച്ചു. കാടിന്റെ നിശബ്ദതയിൽ അവരുടെ പോരാട്ടം മുഴങ്ങി. സിദ്ധാർത്ഥ് വിജയനെ ഇടിച്ചു താഴെയിട്ടു ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദോസ്തൻ സിദ്ധാർത്ഥിന്റെ കയ്യിൽ കടിച്ചു. ആ വേദനയിൽ സിദ്ധാർത്ഥ് ബാഗ് വിട്ടു. ഒരു വലിയ സംഘം പോലീസ് വാഹനങ്ങൾ ഹോൺ മുഴക്കി തെന്മലയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. വിജയന്റെ ഫോൺ വിളിയും വിവരങ്ങളും വേഗത്തിൽ അവർക്ക് ലഭിച്ചു. സിദ്ധാർത്ഥ് ഭയന്നു. അയാൾക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി. പോലീസ് സ്ഥലത്തെത്തി സിദ്ധാർത്ഥിനെ വളഞ്ഞു. വിജയൻ തെളിവുകളടങ്ങിയ ബാഗ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ബാഗിലെ രക്തക്കറ പുരണ്ട കത്തിയും പെൻഡ്രൈവിലെ വിവരങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു. ഇത് സംസ്ഥാനത്തെ പിടിച്ചുലയ്ക്കാൻ പോന്ന ഒരു വലിയ അഴിമതിയുടെയും കൊലപാതകത്തിന്റെയും തെളിവുകളായിരുന്നു. സിദ്ധാർത്ഥ് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ സഹായിയായിരുന്നു. അയാളുടെ എതിരാളികളെ ഇല്ലാതാക്കാൻ നടത്തിയ ക്രൂരകൃത്യങ്ങളുടെ തെളിവുകളായിരുന്നു ഈ ബാഗിൽ. വിജയൻ ഒരു നിമിഷം ദോസ്തനെ നോക്കി. ആ കുരങ്ങ് ഒരു യഥാർത്ഥ ഹീറോയെപ്പോലെ വിജയന്റെ തോളിൽ കയറി നിന്നു. മുമ്പ് താൻ വെറുത്തിരുന്ന ഈ ജീവി ഇന്ന് തന്റെ ജീവൻ രക്ഷിക്കുകയും തനിക്ക് നീതിക്കു വേണ്ടി പോരാടാൻ ശക്തി നൽകുകയും ചെയ്തിരിക്കുന്നു. വിജയന്റെ കണ്ണുകൾ നിറഞ്ഞു. മകളുടെ ഓർമ്മകൾ ഒരു നേർത്ത ചിരിയോടുകൂടി മനസ്സിലൂടെ കടന്നുപോയി. അവൾക്ക് ജീവൻ നഷ്ടമായത് കുരങ്ങുകൾ മൂലമല്ല, മറിച്ച് മനുഷ്യന്റെ അത്യാഗ്രഹം മൂലമായിരുന്നു എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. സിദ്ധാർത്ഥും കൂട്ടാളികളും അറസ്റ്റിലായി. വലിയൊരു രാഷ്ട്രീയ അഴിമതിയുടെയും കൊലപാതകത്തിന്റെയും ചുരുളഴിച്ചതിന് വിജയന് വലിയ അഭിനന്ദനങ്ങൾ ലഭിച്ചു. സംസ്ഥാനം മുഴുവൻ അയാളെ വാഴ്ത്തി. തന്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും ധീരതയും അംഗീകരിക്കപ്പെട്ടു. ഫോറസ്റ്റ് ഗാർഡ് എന്നതിലുപരി നീതിക്ക് വേണ്ടി പോരാടിയ ഒരു നായകനായി അയാൾ മാറി. തന്റെ രോഗിയായ അമ്മയ്ക്ക് മികച്ച ചികിത്സ നൽകാനും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ അംഗീകാരം അയാളെ സഹായിച്ചു. എന്നാൽ വിജയന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം ദോസ്തനുമായുള്ള സൗഹൃദമായിരുന്നു. വിജയൻ ഇനി കുരങ്ങുകളെ തുരത്താൻ പോകുന്നില്ല. പകരം
അവരെ സംരക്ഷിക്കുന്ന, അവരോടൊപ്പം ജീവിക്കുന്ന ഒരു ഫോറസ്റ്റ് ഗാർഡായി അയാൾ മാറി. തെന്മലയിലെ വനം വകുപ്പ് ഓഫീസിനു മുന്നിൽ വിജയന്റെ കൂടെ ദോസ്തൻ എന്ന കുരങ്ങൻ എപ്പോഴും ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് ദോസ്തൻ ഒരു കൗതുകമായിരുന്നു. വിജയന് അവൻ തന്റെ ഏറ്റവും നല്ല ദോസ്തൻ ആയിരുന്നു. തെന്മലയിലെ കുന്നുകളിലും താഴ്വരകളിലും ദോസ്തന്റെയും വിജയന്റെയും സൗഹൃദത്തിന്റെ കഥ പുതിയൊരു അധ്യായം കുറിച്ചു. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെയും പ്രകൃതിയുടെ പ്രാധാന്യത്തിന്റെയും നീതിയുടെ വിജയത്തിന്റെയും പ്രതീകമായി അവർ മാറി. കാടിന്റെ ഓരോ ചലനത്തിലും ദോസ്തൻ എന്ന പേര് വിജയന്റെ മനസ്സിൽ സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഒരു പുഞ്ചിരി വിടർത്തി.